ഇന്നിപ്പോൾ ഇതാ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ചക്കയുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് രാവിലെ തന്നെ അച്ചിക്ക് ഓട്ടം പോയപ്പോൾ എവിടെന്നോ കിട്ടിയതാട്ടോ. നല്ല വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങളിവിടെ പൊളിച്ചെടുത്ത് കഴിച്ചായിരുന്നു. പഴുത്ത് തന്നെ ആട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് കഷ്ണം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഈ പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ അധികം ചക്കയൊന്നും കഴിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ചക്ക ഒലത്തും അല്ലെങ്കിൽ ചക്ക വറുക്കലും ഒക്കെ ആയിട്ട് 2-3 തവണ ഉണ്ടാക്കണം. അതിപ്പോൾ ആദ്യത്തെ തവണ ഉണ്ടാക്കലാണ് ചക്ക അട ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആ കുഞ്ഞ് കഷ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് 2-3 ദിവസമായിട്ടോ. ചീത്ത ആയിട്ടുണ്ടാവുമെന്ന് ഓർത്ത് എടുത്ത നിലവിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ 8-10 ചോളേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചവണിയാണ്. അപ്പോൾ ഉള്ള ചോളയൊക്കെ അതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ട് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. നേരെ വെളുത്ത് തന്നെയുള്ളൂ. ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അച്ഛമ്മ കൂടനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അതിൻ്റെ ചോളയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ പ്ലാവിലും ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം മൂത്തുണ്ടാകുന്ന ഓർത്ത് ഇട്ടിട്ട് അത് ഒട്ടും മൂത്തുണ്ടായില്ല കേട്ടോ. വേവിച്ചിട്ടാണെങ്കിലും അങ്ങനെ നന്നായിട്ടൊന്നും ഉടഞ്ഞൊന്നും വരുന്നുണ്ടായില്ല. കുറച്ച് വറക്കാമെന്ന് ഓർത്ത് നന്നാക്കിയൊക്കെ എടുത്തു. വറക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ഒരു കയ്പ്പ് ചുക പോലെ തോന്നി. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കൽ കളഞ്ഞു. നന്നാക്കി എൻ്റെ സമയം വെറുതെ കളഞ്ഞു. നന്നാക്കിയതാണെങ്കിൽ കളയുകയും ചെയ്തു. അപ്പം ഇനി ഇപ്പം ഏകദേശം നല്ല മൂത്ത് പാകമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ഇട ദിവസം നോക്കിയിട്ട് വേണം ഒന്ന് ഒരു ചക്ക ഇട്ടിട്ട് ഇച്ചിരി വറക്കുകയൊക്കെ ചെയ്യണം. ഇവിടെ ആണെങ്കിൽ കൂടുതലും ചക്ക പുഴുക്കുണ്ടാക്കില്ല, ചക്ക ഒലത്തുമാണ് ചെയ്യാറ് കേട്ടോ. പുഴുക്കൊക്കെ ഉണ്ടാക്കണ എൻ്റെ വീട്ടിലേക്ക് പിറവത്തേക്കൊക്കെ കൂടുതലും ചക്ക പുഴുക്കാട്ടോ ഉണ്ടാക്കണത്. ഇവിടെ ഒലത്തുമായിരിക്കും. അപ്പോൾ ഒത്തിരി പുഴുക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ പ്ലാവിൽ ചക്ക ഇട്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കൂടി ശ്രീദേവി ചേച്ചിയും ഞാനും ടീനും ഒക്കെ കൂടെ ചക്ക ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് നന്നാക്കി ഓരോരുത്തരും ആവശ്യത്തിന് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്ന് ഇച്ചിരി ചക്ക പുഴുക്കുണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ എന്നാലും പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ചക്കപ്പുഴുക്കിന്. വീട്ടിലൊക്കെ പണ്ട് വലിയമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതേപോലെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വൈകുന്നേരം 4 മണിക്ക് ഒരു ചായ കൂടി ഉണ്ട്. പുഴുക്കൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചൂടോടെ തന്നെ അത് ഇലയിലേക്ക് ഇടും. ഇലയിലിട്ടിട്ട് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ ഇലയിൽ കിടന്നിങ്ങനെ പുഴുക്ക് വാടും. അപ്പോൾ അത് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റൊന്നും ഇപ്പോൾ ചക്കപ്പുഴുക്കൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ. പിന്നെ എല്ലാത്തിനും പ്രത്യേകത തന്നെ. അടുപ്പിലായിരിക്കും ഉണ്ടാക്കണേ, കലത്തിലും ആയിരിക്കും ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ശർക്കര ഞാൻ ഒരു കവറിലിട്ടിട്ട് ശരിക്കൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോണേ. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരച്ചെടുക്കാമെന്ന് ഓർത്തു. അതിലേക്ക് കുറച്ച് ഉലുവയല്ല, ഏലക്കായും ജീരകവും കൂടി ചേർത്തിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ ചക്കയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു കേട്ടോ. പക്ഷേ ചെറിയതായിട്ടൊരു മഴയൊക്കെ ഞങ്ങൾ ചാറിയപ്പോഴത്തേക്കും കറണ്ടും പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഞാനും ആകൂടനും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ചക്ക ഇനി ഉണ്ടാക്കാനൊക്കെ നിന്ന് കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും ആകൂടന് ഉറക്കമൊക്കെ വരും. അത് കാരണം പിന്നെ ആ ഉണ്ടാക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു. നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് തന്നെ വെച്ചു. രാവിലെ എനിക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടനേലയൊക്കെ ആണെങ്കിലും രാത്രി തന്നെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പറിച്ചൊക്കെ വെച്ചാലെന്ന് പറഞ്ഞത് രാവിലെ തന്നെ ഈ പരിപാടി അങ്ങ് തുടങ്ങി. അപ്പോൾ അരച്ചെടുത്തു. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ടായി. തേങ്ങയും കൂടി ചേർത്ത് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇവിടെ അച്ചിക്കും ബാക്കൂട്ടനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ചക്കയുടേനോടൊന്നും. പൊന്നുംകുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആൾ കഴിച്ചോളും. ഇവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനിക്കും കഴിക്കാനുള്ളൊരു കൊതി ഓർത്തിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ചായക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വാവക്കുട്ടൻ അങ്കമാടി പോകുമ്പോൾ കഞ്ഞി കുടിപ്പിച്ചിട്ട് എന്നും വിടണേ. അച്ഛനാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഓട്ടം പോവും. അപ്പോൾ പിന്നെ കഞ്ഞി കുടിച്ചിട്ട് പോവും. ചക്കയുടെ പിന്നെ വൈകിട്ട് അവൻ വരുമ്പോൾ അങ്കമാടി വിട്ട് വരുമ്പോൾ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഉണ്ടാക്കണേ. അപ്പോൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണ്ടേ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് ഇലയിലേക്ക് ചുട്ടെടുക്കാം. പണ്ടൊക്കെ ചക്കയുടെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ആ ചക്കയുടെക്കൊന്നും അത്രയും ടേസ്റ്റ് തോന്നണില്ല കേട്ടോ. പണ്ടൊക്കെ അതിനകത്തേക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ ഇട്ട് ആ ഇടനേലയിലേക്ക് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. എന്തൊരു ടേസ്റ്റ്. അത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും ഒരു രുചി തോന്നണില്ല കേട്ടോ. പിന്നെ നമ്മൾ തന്നെയാണല്ലോ ഉണ്ടാക്കണത്. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മണമൊക്കെ അടിച്ച് നമുക്ക് പിന്നെ കഴിക്കാനുള്ളൊരു മൂഡും പോവും.
അപ്പം എന്തായാലും പിന്നിപ്പോൾ വേറെ ആരും ഉണ്ടാക്കി തരാനും ഇല്ലല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ കഴിക്കാൻ. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ദേ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേ പൊടി കുഴച്ച് വന്നപ്പോൾ കുറച്ചൊരു പൊടി കുറവ് പോലെ തോന്നി. അപ്പോൾ ഇതേ കുറച്ചും കൂടെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണ്ടേ. നമ്മൾ അരി പൊടിച്ച് ഇവിടെ തന്നെ എടുക്കണം കേട്ടോ. ആ ബക്കറ്റ് നിറയെ അരി പൊടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കി പൊടിയൊക്കെ തീർന്നു. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ ഇടനിലയിൽ കുഞ്ഞായിട്ടൊന്ന് പരത്തിയിട്ട് കുമ്പിൾ കുത്താനൊന്നും നിൽക്കണില്ല കേട്ടോ. കുമ്പിൾ കുത്തിയൊക്കെ വരുമ്പോൾ കുറേയും കൂടി സമയം പോകും. അപ്പോൾ ഞാൻ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി, നമ്മൾ അട ചുട്ടെടുക്കണ പോലെ തന്നെ മടക്കി ഇങ്ങനെ വെക്കണുള്ളൂ കേട്ടോ. ഇടനിലയിൽ ശരിക്കും ചക്കയുടെ ഉണ്ടാക്കിയാലാട്ടോ ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഈ ഇല ഇങ്ങനെ വാടുകയും കൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇലയുടെ ടേസ്റ്റും കൂടെ ചക്കയടയ്ക്ക് പിടിക്കും. അപ്പം നല്ല ടേസ്റ്റാണ് വാഴയിലയിൽ ഉണ്ടാക്കണേക്കാളും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ ചക്കയടേനോടൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവർക്കൊക്കെ ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആണെങ്കിലും വാക്കുട്ടനാണെങ്കിലും പൊന്നുകുട്ടിക്കാണെങ്കിലും ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പൊന്നുകുട്ടീനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കാൻ അവൻ ഒരെണ്ണമൊക്കെ കഴിക്കും. വാക്കുട്ടനാണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ ഈ അൽഫാമും കുഴിമന്തിയും അതേപോലെ തന്നെ ബജികളൊക്കെ ഉള്ള കാരണം ചക്കയടേനോടൊന്നും വലിയ ഇഷ്ടമില്ല. നമുക്കൊക്കെ ആണെങ്കിലും പണ്ടത്തെ ഓർമ്മകളല്ലേ കഴിച്ചതിൻ്റെ. മുമ്പൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചക്ക ഇടാൻ വേണ്ടി വലിച്ചമാരുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരും കേട്ടോ ചക്ക ഇടാൻ വേണ്ടി. അപ്പോൾ ചക്ക ഇട്ടിട്ട് തിരിച്ചവർ പോകുമ്പോൾ ഒരു കോലുണ്ടാവും. കോലിൻ്റെ അപ്പുറം അറ്റത്തും ഇപ്പുറം അറ്റത്തും ചക്കയൊക്കെ കുത്തി വെച്ചിട്ടാട്ടോ വീണ്ടും അവർ അക്കരയ്ക്ക് പോണത്. അതൊക്കെ ഒരു പ്രത്യേക ഓർമ്മയാണ്. അപ്പോൾ ഇത് ഇടനിലയിലും ഉണ്ടാക്കി വന്നപ്പം കുറച്ചും കൂടി ഇല തികയാതെ തോന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെയും പോയി പറിച്ച്, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നാട്ടോ ഇടനില പറിക്കണേ. അവരുടെ വീട്ടിൽ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി, അതാണെങ്കിൽ ഇലയ്ക്ക് ഭയങ്കര വലിപ്പം കുറവാണ്, കുഞ്ഞില കേട്ടോ, അത് തളിരിലയാണ്. അപ്പം ഞാൻ ഉള്ള ഇലയിൽ വലിപ്പം നോക്കി ഒരു 5-6 കൂടി പറിച്ചിട്ട് കുറച്ചും കൂടെ പൊടിയുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് മുഴുവൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. വെളുപ്പിന് മഴ പെയ്ത കാരണം ഇലയിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ചും കൂടി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയത്തെയും കൂടി ഉണ്ടാക്കിയെടുക്കാം. മുന്നേയൊക്കെ ചക്കയുടെ ഉണ്ടാക്കുമ്പോഴേ പുഴുങ്ങിയെടുക്കുന്നത് കലത്തിൻ്റെ ഉള്ളിൽ മറ്റേ വാഴക്കച്ചിയില്ലേ, അതൊന്ന് വെട്ടി ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ വാഴക്കച്ചിയുടെ പൊക്കത്തായിരിക്കും നമ്മൾ പുഴുങ്ങാനുള്ള അടയൊക്കെ വയ്ക്കുന്നത്. എന്നിട്ട് കലം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ചക്കയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആവി വന്നിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഇടിയപ്പച്ചെമ്പിലാണേ. അപ്പോൾ ഇതേ ഇടിയപ്പച്ചെമ്പ് ഏകദേശം ചൂടാവാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചുട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിനകത്തേക്ക് പറക്കി വയ്ക്കാം. അപ്പോൾ ഇതൊന്നും അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്ക് പോയി കുളിക്കണം. പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട്. പാവക്കുട്ടനെ അച്ഛനെയൊക്കെ ഒന്ന് വിളിച്ച് എണീപ്പിക്കണം. അവർ നല്ല ഉറക്കം, ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പം നമ്മളെല്ലാം പരത്തി എടുത്തു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇത്തിരി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എല്ലാം കൂടി പിറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പിറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേവണത് അവിടെ ഇരുന്ന് വെന്തോളൂല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം പാത്രം കഴുകലും കുളിക്കലും ഒക്കെ ഇത് വരുമ്പോഴത്തേക്കും ആയിക്കോളും. അപ്പോൾ എല്ലാം പിറക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അട ഏകദേശം നല്ല റെഡി ആകും കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛയും ബാബുട്ടനും കൂടെ എനിക്ക് വന്നു കേട്ടോ. വെന്ത് ഒരു 1/4 ഭാഗം ആയപ്പോഴത്തേക്കും